ഫിലിം ഗാരേജിന്റെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലെത്തിയ മലയാളം സിനിമകളുടെ അഭിപ്രായങ്ങളുടെ കാര്യത്തിൽ ഏറെ നിരാശപ്പെടുത്തിയ സിനിമയാണല്ലോ മലൈക്കോട്ടെ വാലിബൻ. ലാലേട്ടനെ നായകനാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത മലൈക്കോട്ടെ വാലിബന് രണ്ടാം ഭാഗം ഒഫീഷ്യലായിട്ട് ആദ്യ ഭാഗത്തിൽ പ്രഖ്യാപിച്ചെങ്കിലും ഉണ്ടാകുമോ ഇല്ലയോ എന്നൊരു ചോദ്യം പലതവണ സോഷ്യൽ മീഡിയ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴിതാ നിർമ്മാതാവ് ഷിബു ബേബി ജോൺ രണ്ടാം ഭാഗം ഉണ്ടാകില്ല എന്ന് തീർത്ത് പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. വാലിബനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഷിബു ബേബി പങ്കുവയ്ക്കുമ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ട് പ്ലാൻ ചെയ്ത സിനിമയല്ല വാലിബൻ. ഒറ്റ ഭാഗമായിട്ടുള്ളൊരു കഥയായിരുന്നു LJP ആദ്യം ലാലേട്ടനോട് പറഞ്ഞത്. ലാലേട്ടൻ അതിനോട് 10 മിനിറ്റ് കൊണ്ട് ഓക്കെ പറഞ്ഞതാണ്. എന്നാൽ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ പല മാറ്റങ്ങൾ സിനിമയിൽ കടന്നു വന്നു. ഒറ്റ ഭാഗമായിട്ട് പ്ലാൻ ചെയ്ത സിനിമ ഷൂട്ടിനിടയിൽ 2 ഭാഗങ്ങളായി. ആദ്യം തന്നോട് പറഞ്ഞ രീതിയിൽ സിനിമ ചെയ്താൽ മതി എന്ന രീതിയിൽ ലാലേട്ടനും തനിക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ വന്നു. ഏറ്റവും അവസാനം വാലിബൻ ഒറ്റ ഭാഗമായി ഇറക്കിയപ്പോൾ സിനിമ വലിയ പ്രതീക്ഷകളോട് തിയേറ്ററുകളിലേക്ക് എത്തി പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാണ് ഷിബു ബേബി ജോൺ പങ്കുവയ്ക്കുന്നത്. പേരെടുത്ത് നിർമ്മാതാവ് കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ പോലും ലിജോയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ലിജോയുടെ അഭിപ്രായം എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം. അപ്പോൾ വാലിബന് രണ്ടാം ഭാഗം ഇല്ല. കഴിഞ്ഞ ദിവസം OTT-യിൽ റിലീസായ സിനിമയാണല്ലോ ആസിഫ് അലി നായകനായി എത്തിയ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മിറാഷ്. സോണി ലിവിലായിരുന്നു സിനിമ OTT റിലീസായത്. ഇപ്പോഴത്തെ സിനിമ OTT-യിൽ റിലീസായതോടെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെട്ടതോടെ സിനിമയുടെ അഭിപ്രായങ്ങൾ OTT അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ തിയേറ്ററുകളിൽ ഒരു മിക്സഡ് സ്വഭാവമുള്ള സസ്പെൻസ് ത്രില്ലർ സിനിമ എന്നൊരു അഭിപ്രായമാണ് നേരിടുത്തതെങ്കിൽ ആ സസ്പെൻസ് സിനിമയ്ക്ക് വലിയ വിനയായി മാറിയിരിക്കുകയാണ്. ട്വിസ്റ്റുകളുടെ അതിപ്രസരം കൊണ്ട് സിനിമയ്ക്ക് വലിയ ട്രോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. ഒന്നിനെ പിറകെ ഒന്നായി ഒരുപാട് ട്വിസ്റ്റുകളുടെ പൂരം കണ്ട സിനിമയിൽ ഏറ്റവും അവസാനത്തെ ആസിഫ് അലി ട്വിസ്റ്റിനാണ് ഏറ്റവും കൂടുതൽ ട്രോളുകൾ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇതിനെല്ലാം തന്നെ ഉപരി ജിത്തു ജോസഫിന്റെ മേക്കിങ്ങിനടക്കം പലതരത്തിലുള്ള ക്രിറ്റിസിസം വരുന്നുണ്ട്. മിറാഷിന്റെ ഈ ലെവൽ അഭിപ്രായങ്ങൾ കാണുമ്പോൾ മിറാഷിന്റെ അതേ ക്രൂയുമായി എത്തുന്ന ദൃശ്യം 3 എന്ന സിനിമയുടെ കാര്യം എന്താകുമെന്നൊരു സംശയമാണ് നമ്മുടെ ലാലേട്ടൻ ആരാധകർ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്നത്. ദൃശ്യം 2 എന്ന സിനിമ OTT-യിൽ വലിയ തരംഗമായി മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തുവെങ്കിൽ പോലും സിനിമയുടെ ആ ഒരു മേക്കിംഗ് അതോടൊപ്പം തന്നെ ജിത്തുവിന്റെ സംവിധാനം കൂടാതെ കളർ ടോണിനെല്ലാം തന്നെ വളരെ രീതിയിൽ വിമർശനങ്ങൾ പലതവണ വന്നിട്ടുള്ളതാണ്. അതെല്ലാം തന്നെ പരിഹരിച്ച് ദൃശ്യം 3 ജിത്തു ജോസഫ് ചെയ്തില്ല എങ്കിൽ മിറാഷിന്റെ ലെവൽ അഭിപ്രായങ്ങളെല്ലാം തന്നെ ദൃശ്യം 3ക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ കാണുന്ന ലെവലായിരിക്കില്ല ട്രോൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാളത്തിലെ വളരെ വേഗത്തിൽ സിനിമ പൂർത്തിയാക്കുന്ന ഒരു ഫിലിം മേക്കർ കൂടിയാണ് ജിത്തു ജോസഫ്. എന്തായാലും ദൃശ്യം 3യുടെ കാര്യത്തിൽ വരുമ്പോൾ ഇപ്പോൾ ഷൂട്ട് നടക്കുന്ന സിനിമ വളരെ സൂക്ഷിച്ചു തന്നെ ജിത്തു ജോസഫ് പൂർത്തിയാക്കട്ടെ. മികച്ച അഭിപ്രായങ്ങൾ സിനിമ നേടിയെടുക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.